പുയ്യാപ്പള്ളി രാഷ്ട്രീയം അല്ലെങ്കിൽ മരുമോൻ നയതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു കലാപരിപാടിയാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്ന ദ ഗ്രേറ്റസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്നാണല്ലോ അമേരിക്കയൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് ദ ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നാണ് പറയുക. അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഈ കുടുംബകാര്യമാണ്, സ്വകാര്യ സ്വത്താണ് ഈ ഭരണം എന്നുള്ള രീതി ഉണ്ടാവില്ല. അവിടെ ജനാധിപത്യം കടുകട്ടിയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കുറേയൊക്കെ അങ്ങനെയാണ് കേട്ടിരുന്നത്. പക്ഷേ അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു കൃത്യം പറഞ്ഞു: ഞങ്ങൾ നമ്മുടെ ഏഷ്യക്കാരെ പോലെയും ഇന്ത്യക്കാരെ പോലെയും കേരളക്കാരെയും പോലത്തെ ഞങ്ങൾ ഒരു വ്യത്യാസമുള്ള കൂട്ടരല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ വന്ന സമയത്ത് തന്നെ അദ്ദേഹം വീട്ടുകാരെയും നാട്ടുകാരെയും ആണ് പ്രധാനമായിട്ട് ഭരണത്തിന് ഉപയോഗിച്ചത്. സ്വന്തം മകളും മകളുടെ ഭർത്താവുമാണ് ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളായിട്ട് മാറിയത്.